വ്യക്തമായൊരു മറുപടി കിട്ടാത്തോണ്ടാ ഞാനിങ്ങനെ ഏതു നേരവും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയാനായിട്ടില്ല. ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം. ശരി. അയ്യോ വെക്കല്ലേ വെക്കല്ലേ. വെച്ച് കളഞ്ഞല്ലോ. നിന്നെ ആരാ വിളിച്ച? എന്റെ ഒരു ഫ്രണ്ടാ. നിന്നെ ഇപ്പം കുറെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടല്ലോ, അതും രാത്രിയില്. ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുഴപ്പമാ. എടേ, അതുപോലെ തന്നെ മൊബൈൽ ഫ്രണ്ട്സിനെയും പ്രോത്സാഹിപ്പിക്കരുത്. കുടുംബം കലക്കികളാ ഇവരെല്ലാം. നിന്നെ പോലെ ഒരു കുടുംബം കലക്കിയേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലടാ. അപ്പോഴേ ഉത്രാടമായിട്ട് നാളെ നിന്റെ വീട്ടിൽ ചെല്ലണമെന്നാ അപ്പച്ചി വിളിച്ച് പറഞ്ഞിരിക്കുന്ന. എടീ, നമ്മുടെ ഇത്തവണത്തെ ഓണം അവിടെയാ. പകരം അടുത്ത ഓണം ഇവിടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടിക്കോ, പക്ഷേ ആ ഓണത്തിന് ഞാൻ ഉണ്ടാവില്ല. നീ എന്തേ ആലോചിക്കുന്ന? അല്ല, അടുത്ത ഓണത്തിന് ഇനി ഒരു വർഷമില്ലേ? ഒരു വർഷം എന്ന് പറയുന്നതേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് പോവും. അന്ന് നിന്റെ കയ്യില് എന്റെ ഒരു കുഞ്ഞുണ്ടാവണം. അവന്റെ ഒരു കുഞ്ഞ്. അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് എന്താടി ഒരു പുച്ഛം? ഇപ്പൊ ഒരു മുറിക്കാതെ നമ്മൾ രണ്ടായിട്ടാ കഴിഞ്ഞോണ്ടിരിക്കുന്നത്. നിന്റെ വ്രതമൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കണം. വ്രതം പിന്നെ ആരെങ്കിലും ജീവിത അവസാനം വരെ തുടരുവോ? അല്ല, ഏട്ടത്തി ഇല്ലാത്തതല്ലേ, ആ സ്ഥിതിക്ക് ഇത്തവണ ഓണം ആഘോഷിക്കണോ? അതുകൊണ്ട് ഉറപ്പായിട്ട് ഓണം ആഘോഷിക്കണം. കണ്ണേട്ടന് ഓണത്തിന് വീട്ടിൽ വരുമോ? എടി, അതൊന്നും എനിക്കറിയത്തില്ല. അവന്റെ പ്രാണനായ ഭാര്യ ഇല്ലാത്തോണ്ടേ അവൻ ചിലപ്പോ വന്നില്ല എന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് കൂടിയാ ഞാൻ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചത്. ഉണ്ണിയും കരുണയും ഓണത്തിന് കരുണയുടെ വീട്ടിൽ പോവാ. അപ്പൊ പിന്നെ അപ്പച്ചിക്ക് ഒരു കൂട്ട് വേണ്ടേ? ഒന്നാമത് അപ്പച്ചി പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുന്ന സമയാ. ഞാൻ ഇതുവരെ ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല. അവളൊരു പെണ്ണായതുകൊണ്ടേ ഈ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് അവളങ്ങനെ പ്രത്യക്ഷപ്പെടില്ലെന്നാ തോന്നുന്നത്. കരുണയുടെ മുത്തശ്ശിയുടെ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അവരെന്താ പെണ്ണുങ്ങളല്ലേ? അതൊക്കെ ശരിയാ. എന്തായാലും നാളെ രാവിലെ നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോണം. ചെന്ന് കിടക്കാൻ നോക്കൂ. ചെല്ല. എടീ, നിനക്ക് വ്രതമാ. എന്നാലും എന്റെ നെഞ്ചത്ത് തലവെച്ച് കിടക്കാനെങ്കിലും നിനക്ക് തോന്നില്ലേ മഞ്ജു? അതൊന്നും വേണ്ട. മനസ്സ് മാറുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു കഠിന വ്രതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ കളി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവിട്ടത്തിനെന്നാ വീട്ടിലെ മന്ത്രവാദം വെച്ചിരിക്കുന്നത്. അന്നത്തോടെ എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാവണം. നമുക്ക് ഓണം എന്റെ വീട്ടിൽ ആഘോഷിച്ചാലോ? വേണ്ട, തോമസ് സാർ പറയുന്നത് ഇത്തവണ ഓണം ഇവിടെ ആഘോഷിക്കാന്നാ. അങ്ങനെയാണെങ്കിൽ ലേഖ അയാളുടെ വീട്ടിൽ പറഞ്ഞു വിടേണ്ടി വരുമല്ലോ. അവളെന്തിനാ പോകുന്നേ? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? അവളുടെ കുടുംബത്തില് അവളുടെ അനിയത്തിമാരൊക്കെ വരുന്ന ദിവസം നീയും മഹാലക്ഷ്മിയും ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിനുണ്ടായിരുന്നെങ്കിൽ അവൾ അവിട്ടത്തിനോ മറ്റോ പോകത്തുള്ളായിരുന്നു. ഇനിയിപ്പോ നിങ്ങളില്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ത് വേണോടോ? അല്ല, തോമസ് സാർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ലേഖ അവളുടെ വീട്ടിലേക്ക് പോട്ടെ. കണ്ണന് മഹാലക്ഷ്മി ഉള്ളതുകൊണ്ട് അവൾ അവളുടെ കുടുംബമായിട്ട് ഉത്രാടം കൊണ്ടാടിയിട്ട് തിരുവോണ ദിവസം ഇവിടെ എത്തും. അപ്പൊ പിന്നെ തിരുവോണത്തിന് ലേഖയില്ലെന്നുള്ള സങ്കടം മഹിക്ക് മാറിക്കിട്ടുകയും ചെയ്യും.
അതുമാത്രമല്ലടാ, നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇയാളെ ആരെങ്കിലുമൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ആവുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ആരും കയറി വരില്ല. തോമസ് സാറ് ഇപ്പോഴേ ഓണത്തിനുള്ള ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ അങ്ങേ ഓണത്തിന് ഇവൻ നാട്ടിലുള്ളതുകൊണ്ട് ലേഖയും കൂട്ടി ഇവ എന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഓണസദ്യ കഴിച്ചത്. അവിട്ടത്തിന്റെയും ചതയത്തിന്റെ അന്ന് ഞാൻ ഇവന്റെ കൂടെ ആയിരുന്നു. പക്ഷേ അന്ന് സന്തോഷത്തോടെ എനിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിച്ച എന്റെ ബന്ധുക്കളിൽ പലരും എന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഇത്തവണ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കൊപ്പം എനിക്ക് ഓണം കൂടണം. അതന്നെയാ എന്റെ ആഗ്രഹം. പിന്നെ അമ്മ എടുത്തില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. മഹിടമ്മയെ ഇങ്ങോട്ട് വരുത്തിയാലോ? അതെങ്ങനെ പറ്റും? അവിടെ ഉണ്ണിയും കരുണയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് പോവില്ലേ? അടുത്ത ഓണത്തിന് ഇത്തവണത്തെ പോരായ്മകളൊക്കെ നികത്താ മഹി. സ്വന്തം കുടുംബം പോലും ഇല്ലാതെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കഴിവിന്റെ പരമാവധി ആശ്വാസം കൊടുക്കുന്ന തോമസ് സാറിന് തിരിച്ച് നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ? അനന്തു, നീ മാർക്കോയും കൂട്ടി പടക്കക്കടയിൽ പോയി ഇന്നത്തേക്ക് വേണ്ട പടക്കം മൊത്തം വാങ്ങണം. സത്യം പറയാലോ, ഓണം കഴിഞ്ഞ് ഇവിടുന്ന് പോണമെങ്കിലും ഇപ്പൊ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ജനിച്ചു വളർന്ന തറവാട് ഇപ്പൊ ഒരു പ്രേതാലയായിട്ട് എനിക്ക് തോന്നുക. ശരിക്കും അവിടെയുള്ള ഒരു ആത്മാക്കള്, ഒന്നിന്റെ മുഖം ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലടാ. അത്രയ്ക്ക് മടുത്തു എല്ലാത്തിനെയും. അതെ, ഓണമായിട്ട് രണ്ടാളും കരുണമോളുടെ വീട്ടിലേക്ക് പോകാനിരിക്കുകയല്ലേ? എടാ, പോകുന്നതൊക്കെ കൊള്ളാം, നീ മോളുടെ കാര്യം സൂക്ഷിച്ചോളണം. എടാ, നമ്മളൊക്കെ ഭയന്ന പോലെ മോള് ഭയന്നു കഴിഞ്ഞാലേ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം. അനിയത്തിയായതുകൊണ്ടാവും ഇവളെ ഇതുവരെയും ഭയപ്പെടുത്തിയിട്ടില്ല. എന്നോടായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം. അപ്പോ എന്നെയാ അവൾ ആദ്യം ഭയപ്പെടുത്തേണ്ടത്. മോളെ, മോളുടെ കുഞ്ഞിനെ കളയാനും അവൾക്ക് ആഗ്രഹം കാണും മോളെ. അതുകൊണ്ടേ അവിട്ടത്തിന്റെ അന്ന് മോളുടെ വീട്ടിലെ പൂജ നടക്കുന്നത് വരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അമ്മേ, ഓണത്തിനെന്ന് അമ്മയ്ക്കും കൂടി ഞങ്ങളുടെ ഒപ്പം വന്നൂടെ? നിങ്ങൾ മോനും മരുമോളും കൂടെ മരുമോളുടെ വീട്ടിലേക്ക് പോവാ. പകരം എന്റെ മോളെയും മരുമോനെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഓണത്തിന്റെ അന്ന് അവരിവിടെ ഉണ്ടാവും. കൂടെ മിക്കവാറും വാമേട്ടനും ഏട്ടത്തെയും വരാനും സാധ്യതയുണ്ട്. പിന്നെ മോളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ചതയത്തിന്റെ അന്ന് നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ലോ. അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ കൂടാം. അന്ന് മേക്കേട്ടനും മഞ്ജുവും വരില്ലേ? പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും അങ്ങോട്ട് വരുന്നത്. മഞ്ജുവിന് ഒന്നിനൊരു താല്പര്യമില്ലാതെയാണല്ലോ അമ്മ നടക്കുന്നത്. ഞാൻ മഞ്ജുവിനെ വിളിക്കുമ്പോഴും അവൾക്ക് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഏട്ടത്തി മരിച്ചെന്നും പറഞ്ഞ് ആരും അധികം സന്തോഷിക്കണ്ടെന്നൊക്കെയാ പറയുന്നത്. അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആരോ ശരിക്കും അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നുണ്ട്. അവര് തന്നെ ആയിരിക്കും അന്ന് ആ ഫോട്ടോസ് അയച്ചു കൊടുത്തതും. മുത്തശ്ശി പറയുന്നത് പോലെ മരിച്ചാലും പെട്ടെന്നൊന്നും ഈ ഭൂമി വിട്ടു പോകുന്നവളല്ല ലക്ഷ്മി. അവളുടെ അച്ഛൻ മരിച്ചപ്പോ അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും അവൾ അവളുടെ അച്ഛനെ കാണുമായിരുന്നെന്നാ അമ്മ പറഞ്ഞത്. സ്വപ്നത്തിലും അല്ലാതെയൊക്കെ. ചിലർക്ക് അങ്ങനെയാ മോളെ, ആത്മാക്കളുമായിട്ട് ഭയങ്കര അടുപ്പമായിരിക്കും. നിങ്ങളിരിക്കെ. എന്തായാലും ഇവളുടെ അച്ഛൻ മേക്കേട്ടൻ ആദ്യം ഏട്ടത്തെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞപ്പോ എന്തൊരു ചിരിയായിരുന്നു. മേക്കേട്ട പേടിത്തൊണ്ടെന്ന് വരെ വിളിച്ചതാ. ഇപ്പൊ എന്തായി? ഇപ്പോ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ മറ്റാരെക്കാളും പേടി എന്റെ അച്ഛനും മുത്തശ്ശിക്കോ. എനിക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. അത് നേരിട്ട് അനുഭവിച്ചാലേ
നിനക്ക് മനസ്സിലാവണു കരുണേ. മുന്നിൽ വന്ന് നിൽക്കുന്നത് ഏട്ടത്തിന്റെ പ്രേതമാണോ അതോ ഇനി ഏട്ടത്തി തന്നെയാണോ എന്ന് സംശയം തോന്നും. ഓ, അവളുടെ ആ ചിരി അതെന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നേയില്ല. ഇപ്പോഴും ഉറക്കത്തിൽ കണ്ണു നടച്ചാലേ ഓ ചിരിച്ചോണ്ട് നിൽക്കുന്ന അവളുടെ മുഖം ആ മനസ്സിൽ തെളിയുന്നത്. ഇത്തവണ ഓണപരിപാടിയുടെ എല്ലാ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തണം മാർക്കോ. ഈ ദിവസങ്ങളൊക്കെ എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റിയ ദിവസങ്ങളാ. ഞാനൊന്ന് കയറിയിരിക്കട്ടെ, ഉറപ്പുണ്ടോ നോക്കാലോ. നോക്കാനൊന്നുമില്ല, നല്ല ഉറപ്പുള്ള ഊഞ്ഞാല. ഇറങ്ങണ്ട ഇറങ്ങണ്ട, ആടിക്കോ ആടിക്കോ. എന്നാ ആനന്ദുപാട് ആടല്ലേ? ആ ധൈര്യമായിട്ട് ആടിക്കോ. രണ്ടാളും എത്തിയല്ലോ, വാ. കുറെ കാലായി ഊഞ്ഞാലിരുന്ന് ആടിയിട്ട്, അപകടശേഷം അതുണ്ടായിട്ടില്ല. ഇത്തവണയും മറ്റുള്ളവർ ഊഞ്ഞാലാടുന്നത് കാണേണ്ടി വരും. നമുക്ക് അടുത്ത തവണത്തെ ഓണത്തിന് ഈ നിരാശ തീർക്കാം. അല്ലെങ്കിലും എനിക്ക് നിരാശയൊന്നുമില്ല സാറേ. ഇയാളെ അങ്ങോട്ട് നിർത്തിയാ മതി. എന്നെ ആരും ഇരുത്തണ്ട, ഞാൻ തന്നെ കേറിക്കോളാം. ചെല്ലു, ഒന്ന് താഴ്ത്തി കൊടുക്കടോ. സാറേ, അടുത്ത ഓണത്തിന് കണ്ണൻ നടന്നു വരുമെന്നാ ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത്. അത് വെറും പറച്ചിലല്ല, അയാൾക്കിപ്പോ നല്ല പുരോഗതി ഉണ്ട്. അതുകൊണ്ട് ഇനി അധിക നാള് അയാൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരില്ല. ഞങ്ങൾ മാത്രമല്ല, കണ്ണനും സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനെ ഒരു ദിവസം. ഇതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. എന്നോടല്ല അതിന് നന്ദി പറയേണ്ടത്, തന്റെ കൂട്ടുകാരന്റെ ഭാര്യയോടാ. മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് എന്നു വന്നോ അന്നു തൊട്ട് കണ്ണനിൽ പുതിയൊരു ജീവിതം തളിർത്തു തുടങ്ങി. ഇനി അതിന് ശിഖരങ്ങൾ മാത്രമല്ല, കായ്ഫലവും ഉണ്ടാവും. എന്നുവെച്ചാ കണ്ണനിൽ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് അർത്ഥം. മോളെ, മോൾക്കിതൊന്നും പരിചയമില്ലാത്തതല്ലേ, മോൾ അറിയണ്ട. അരിഞ്ഞു പഠിക്കട്ടെ അമ്മേ. ഇതൊന്നും പഠിക്കാത്തതുകൊണ്ടാ അമ്മാവിന്റെ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് പഴി കേൾക്കേണ്ടി വന്നത്. അമ്മായി ആണെങ്കി എന്നെ സ്ഥിരം വഴക്കായിരുന്നു. അതിനെ അപ്പച്ചിയാ കുറ്റം പറയേണ്ടത്. എന്റെ അപ്പച്ചി ഇവളെ എന്തേലൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടൂടായിരുന്നോ? ഇപ്പോഴുള്ള പെൺകുട്ടികള് ആരും ഒന്നും പഠിക്കാറില്ല മേഘേട്ടാ. പിന്നെ സഹായത്തിന് ആളില്ലാതെ വരുമ്പോ ഞങ്ങളൊക്കെ താനേ പഠിച്ചോളൂ, അല്ലേ മഞ്ജു? അതെ. കഴിഞ്ഞ ഉത്രാട രാത്രിക്ക് എന്റെയും കണ്ണേട്ടന്റെ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തോണ്ട് എന്തൊരു ആഘോഷായിരുന്നു. നമ്മളെല്ലാരും കൂടെ
കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ഒരുപാട് കത്തിച്ചില്ലേ? ഇത്തവണ ഒരുത്തി മരിച്ചതല്ലേ, ആ നേരത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും അത് വേണ്ട. നമ്മുടെ ഈ സംസാരം പോലും അവൾ ഈ പരിസരത്തിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ അത് ശരിയാ മോളെ. ഒരു ശരിയുമില്ല. ഏട്ടത്തിയെ കണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ തോന്നുന്നതാ. ദേ ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പൊ അവളെ കണ്ടു കഴിഞ്ഞു, ഈ ഞാൻ ഉൾപ്പെടെ. അന്നേ കരണമോളുടെ അച്ഛനും മുത്തശ്ശിയും ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ ആ പൂജാമുറിയിലോട്ടൊന്ന് ചെന്നതാ. ഓ പിന്നെ ഡോറില് തട്ടലും മുട്ടലും പട്ടിയുടെ കൊറയൊക്കെ ആയിട്ട് അയ്യോ ഒരു വല്ലാത്ത രാത്രിയാന്ന് കടന്നു പോയത്. അവിട്ടത്തിന്റെ അന്ന് വീട്ടിലൊരു മന്ത്രവാദം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ലക്ഷ്മിയുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോവുന്ന പറയുന്നേ. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രവാദിയെ ഇവിടെ വരുത്തിയിട്ട് അങ്ങേരോട് തന്നെ പറയാം, ആ അയ്യപ്പ വിഗ്രഹം എടുത്തോണ്ട് പോയി ഏതെങ്കിലും അമ്പലത്തിൽ വെക്കാൻ. ലക്ഷ്മിയേട്ടത്തി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. അങ്ങനെയുള്ള ഏട്ടത്തിയെ കൊല്ലേണ്ടിയിരുന്നില്ല. ഇവളിപ്പോ ഇങ്ങനെയൊക്കെ അപ്പച്ചി സംസാരിക്കുന്ന? എനിക്കും ആരെയും തല്ലുന്നവനോടും കൊല്ലുന്നവനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവള് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം നിൽക്കേണ്ടടുത്താണോ അവള് നിന്നത്? അതിപ്പോ കണ്ണേട്ടനല്ലേ ലക്ഷ്മി എടുത്ത കമ്പനിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകുമ്പോ അവള് പോവാൻ പാടുണ്ടോ? എന്റെ സഹായത്തിന് വേണ്ടിയല്ലേ അവളെ കരണമോളോടൊപ്പം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ ലക്ഷ്മി എടുത്ത് വന്നത് കണ്ണേട്ടന് നോക്കാനാ. എങ്കി നോക്കിയോ, നിന്നെ ആ ലക്ഷ്മിയുടെ പ്രേതം വന്ന് കഴുത്തിന് പിടിക്കുമ്പോഴേ നീ പറഞ്ഞൊക്കെ മാറ്റി പറയത്തുള്ളൂ. ഇവളിപ്പോ റിബലായിരിക്കും അപ്പച്ചി. കണ്ണനോടും മഹാലക്ഷ്മിയോടൊക്കെ ഇവക്കിപ്പോ നേരിയ സ്നേഹം ഉണ്ടോന്നാ എനിക്ക് സംശയം. എനിക്കങ്ങനെ ആരോടും സ്നേഹമൊന്നുമില്ല. പിന്നെ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കൊന്നാ അവരാത്മാവായിട്ട് വന്നില്ലെങ്കിലും ശരി, ദൈവം നമ്മളെ ശിക്ഷിക്കും. ഒരാളിന്റെ മരണം കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടമൊന്നും നിലനിൽക്കില്ലെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. മതി, ഒന്ന് നിർത്തിയേ. നിന്റെ കല്യാണത്തിന് പോലും കണ്ണേട്ട പങ്കെടുത്തില്ലല്ലോ. നിനക്ക് കാലണ പോലും കല്യാണത്തിനെന്ന് പറഞ്ഞു തന്നില്ലല്ലോ. അങ്ങനെയുള്ള അയാളെ നീ എന്തിനാടി സപ്പോർട്ട് ചെയ്യുന്നത്? ലക്ഷ്മിയേട്ടത്തി ഇല്ലാതായെന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ണിയേട്ടന്? കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മഞ്ജു. അർഹതയില്ലാതെ കയറി വന്നിട്ട് ഒരുത്തി കണ്ണേട്ടന്റെ സമ്പത്ത് സ്വന്താക്കാൻ പാടില്ല. എനിക്കത്രേ ഉള്ളൂ. കരുണമോളെ, നീ ഒരു കാര്യം ഉറപ്പിച്ചോ. കണ്ണന് മഹാലക്ഷ്മി എന്ന് വെച്ചാ പ്രാണന്. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ മഹാലക്ഷ്മി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന്റെയും പ്രാണൻ പോവാൻ തുടങ്ങും. ദേ, അവന്റെ സമനില അങ്ങ് തെറ്റും. അങ്ങനെ സമനില തെറ്റിയ കണ്ണനെ കാണാനാ എനിക്ക്. എന്താടാ, എന്താ? എന്റെ കയ്യിൽ നിന്ന് പാത്രം ഒന്ന് താഴെ വീണതാ. പേടിച്ചു പോയി. ധൈര്യശാലിയായ മേഘേട്ടൻ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? കുറച്ചും കൂടിയൊക്കെ ധൈര്യം കാണിക്കും മേഘേട്ടാ. ചുമ്മാ. അതെ, എന്നെ പോലെ ധൈര്യം ഉണ്ടായിരുന്നു കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. എടി, അവർക്കും ഇപ്പൊ ഇരുട്ടിന്റെ പേടിയാ. എന്ന് വെച്ചാലേ ഇപ്പൊ മത്സരം മനുഷ്യരുമായിട്ടല്ല, മരിച്ച മഹാലക്ഷ്മിയുടെ പ്രേതമായിട്ടാ. ഇനിയും നീ കുറെ ഭയക്കടാ. നിന്നെ ഏട്ടത്തെ ഒരുപാട് ഭയപ്പെടുത്തും.
ഇനി തിരുവോണമായിട്ട് മാവേലിക്കൊപ്പം അവള് വരൂ. ഉത്രാട രാത്രി കുടമൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു. എന്താടാ എന്തിനാ ഇങ്ങനെ ഇവിടെ നിലവിളിക്കുന്നത്? എന്താ ഓക്കേ ഇതെവിടെ നയിച്ചതാടാ? സ്വർഗത്തിൽ നിന്നാണോ നരകത്തിൽ നിന്നാണോ ഒന്നും അറിയത്തില്ലല്ലോ അമ്മേ. അവള് മരിച്ചപ്പോ കൊടുത്തിരുന്ന സാരി അത്. ഇതിപ്പോ ആരാഴ്ച നോക്കി അമ്മ അമ്മ ഇതിനകത്ത് നമ്പർ മാത്രമേ ഉള്ളൂ, പേരില്ല. എന്നാ ഒന്ന് തിരിച്ചു വിളിച്ചേ. വിളിക്കുമ്പോ അവളാണ് എടുക്കുന്നതെങ്കിലും. എടാ മരിച്ചുപോയി അവൾ എങ്ങനെയാണ് ആ ഫോൺ എടുക്കുന്നത്? എനിക്കറിയത്തില്ല. ഈ പ്രേതങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടോന്ന്. ഇത് യുഗം വേറെയാ, ഡിജിറ്റൽ യുഗ. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അന്യഗ്രഹ ജീവികളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. ദൈവങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നവളായതുകൊണ്ട് ഇനി അവരൊക്കെ ഇവളെ ഏറ്റെടുത്തൊന്നും പറയാൻ പറ്റില്ല. നീ വെറുതെ വളന്ന് സംസാരിക്കാതെ വിളിക്കടാ. എന്താ അയ്യോ, ഇത് പ്രേതത്തിന്റെ പാട്ടാണല്ലോ. ആ അതെ, എന്തൊക്കെയോ ദുരൂഹതയുണ്ടമ്മേ. ഇപ്പോ മൊബൈലിൽ പിടിക്കുന്ന അവസ്ഥയായി. ഉത്രാട രാത്രിയായിട്ട് ഇനി അവളുടെ വൃത്തികെട്ട പ്രേതം ഇങ്ങോട്ട് കൊണ്ട് വരുമോ എന്തോ. അതിങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം. അമ്മേ, ഓണം കഴിയുന്നവരൊന്നും നമ്മൾ കാത്തിരിക്കണ്ടായിരുന്നു. വന്നപ്പോ തന്നെ നമുക്ക് ആ മന്ത്രവാദം നടത്തായിരുന്നു. പക്ഷെ അവിട്ടത്തിന് ഹോമം നടത്തുന്നതാണ് നല്ലതെന്നല്ലേ മന്ത്രവാദി പറഞ്ഞത്? അമ്മേ, എനിക്ക് തോന്നുന്നില്ല അയാളെ കൊണ്ട് ഇവളെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന്. എടാ, അയാൾ അവളെ ആവാഹിച്ച് ആണിയിൽ തറച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ലടാ. അവള് മരിച്ചിട്ട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. കർക്കിടകത്തിൽ തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോ അടുത്ത കർക്കിടകത്തിൽ ചെയ്യാം. അതിന് ഒരു കൊല്ലമില്ലേ അമ്മേ? അതെ, നമുക്ക് മന്ത്രവാദിയോട് ചോദിക്കാം, വല്ല കടപ്പുറത്ത് പോയി ബലി ഇടണോ വേണ്ടയോന്ന്. മരിച്ചവർ ഈ ഭൂമി വിട്ടു പോയാലല്ലേ ബലിയൊക്കെ സ്വീകരിക്കുള്ളൂ. അതേടാ, അവളിപ്പോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ. ഇവളെ ഇനി ആണിയിൽ തറച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാണ് അവള് ബലി സ്വീകരിക്കാൻ വരുന്നത്? അതുകൊണ്ട് മന്ത്രവാദി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇങ്ങനെ പേടിച്ചിട്ടില്ലമ്മേ. ഞാനും. ഇനിയിപ്പോ രാത്രികാലങ്ങളിൽ വണ്ടി ഓടിച്ച് വരാൻ പോലും എനിക്ക് പേടിയാ. ലോറി കൊണ്ട് തട്ടിച്ച ഏതു മനുഷ്യനും ചതഞ്ഞ് അരഞ്ഞു പോവും. പക്ഷേ ലോറി കൊണ്ടുപോയി ആത്മാക്കളെ തട്ടിക്കാൻ പറ്റുമോ? അവരെ തട്ടിച്ചു കഴിഞ്ഞാലേ അവര് പിന്നെ നിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടാവും. എന്റെ ലോറി കൊണ്ടുപോയി ഞാൻ ഒരുപാട് പേരെ തട്ടിച്ചിട്ടുണ്ട്. പക്ഷെ മരിച്ചുപോയ ആരും ഇന്ന് വരെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തിട്ടില്ല. ഇവിടെ ഒരുത്തിയുടെ കാര്യം ഞാൻ ആലോചിക്കുവാടാ. അവൾക്ക് ഈ പറയുന്ന വിഷമം ഒന്നും മോള് പോയതിനു ശേഷം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അവളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. അത് അവള് തിരിച്ചു വരുന്നുള്ള വിശ്വാസം കൊണ്ടാമേ. ഡാ, എന്നാൽ ഈ ഓണമായിട്ട് അവളിരുന്ന് പച്ചക്കറി അരിയുക. അല്ലെങ്കിൽ ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു പച്ചക്കറി അരിയാൻ തോന്നുവോ? അത് ശരിയാ. അല്ല, നാളെ കരുണയും ഉണ്ണിയൊക്കെ വരികയല്ലേ ഓണസദ്യ ഉണ്ണാൻ. അതുകൊണ്ടെല്ലാം ഒരുക്കി വെക്കുന്നതായിരിക്കും. അല്ലമ്മേ, എന്നാലും അവളെ ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല. ശത്രുക്കളെ മാത്രമേ ശല്യം ചെയ്യത്തുള്ളൂ. മരിച്ചവർക്കറിയാം നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതുകൊണ്ടാ നമ്മുടെ പിന്നാലെ അവളിങ്ങനെ ചുറ്റിത്തിരിയുന്ന. പേടിക്കണ്ട, മന്ത്രവാദി വന്നിട്ട് നല്ല ചൂരൽ കഷായം കൊടുക്കുമ്പോ അവള് താനെ ചുരുങ്ങി കൂടി ആവിയായി കുപ്പി കയറിക്കോളും. അതോടെ നമുക്ക് അവളെ കൊണ്ടുള്ള ശല്യം തീർന്നോളും. നീ ധൈര്യമായിട്ടിരിക്കേ. ചെറിയ വിടവ് മതി ആത്മാക്കൾക്ക് അകത്ത് കയറാൻ. നീ പച്ചക്കറി അരിയാണോ? അല്ല, നമ്മൾ കുറെ കാലമായി ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞിട്ട്. ഭാര്യ ഭർത്താക്കന്മാര് ഒരു മുറി തന്നെയാ കിടക്കണ്ടേ? അത് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഇവിടെ അങ്ങനെ ഒരു പേര് മാത്രല്ലേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ഭർത്താവുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, അത് ഇനി തോന്നി തുടങ്ങിയാലോ? എന്റെ മോളെ കാണാനില്ല, ആ സങ്കടത്തിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ നാളെ കുട്ടികൾ വരുന്നത് കൊണ്ടാ ഓരോന്ന് ഒരുക്കി വെക്കുന്നത്. എന്റെ ലക്ഷ്മി മോള് എന്റെ അടുത്തില്ലാത്ത ആദ്യത്തെ ഓണ്. അതിന് എനിക്കും വിഷമമുണ്ട് മോഹിനി. നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല, അതെനിക്കറിഞ്ഞൂടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ മോള് വരാതിരുന്ന അത്രയും നല്ലത്. ഏയ്, അങ്ങനൊന്നും പറയല്ലേ മോഹിനി. ഇന്നേതായാലും ഉത്രാട രാത്രിയല്ലേ, നീ എന്റെ മുറി കിടന്നോ. ഞാനില്ല, എന്നും കിടക്കുന്നത് പോലെ ഞാൻ അങ്ങ് കിടന്നോളാം. എന്നാ പിന്നെ ആ മുറിയിലോട്ട് ഞാൻ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ഡാ, നീ ഒരാണാണോടാ? പേടിത്തൊണ്ടൻ. രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് ഭാര്യയുടെ സഹായം തേടി വന്നിരിക്കുന്നു. പോയി ചാകടാ. എണീക്കടാ, എണീക്ക്. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് വാ. ആഹാ, പേടിത്തൊണ്ടൻ. ആ പിച്ചാത്തി ഇങ്ങോട്ട് എടുത്തേ. പിച്ചാത്തി ഇങ്ങോട്ട് വരെ. അയ്യേ, അതെ, നമ്മള് പെണ്ണുങ്ങള് ഒന്ന് ചേർന്നാ മതി. എനിക്കാരുടെയും കൂട്ട് വേണ്ട. ഞാനേ എന്നും കിടക്കുന്നത് പോലെ ഒറ്റയ്ക്ക് കിടന്നോളാം. അങ്ങനെ പറയല്ലേ മോഹിനി. എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ഒന്ന് എണീറ്റ് നടക്കുമ്പോ ചിലപ്പോ തല ചുറ്റി താഴെ വീണാലോ. ഇത്രയും ദിവസം അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പോഴെന്തു പറ്റി? അമ്മയ്ക്ക് അങ്ങനെ ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ മോനോട് പറ, അമ്മയുടെ മുറി വന്ന് കിടക്കാൻ. അല്ല, അമ്മയ്ക്കെന്തിനാണ് മോഹിനിയുടെ കൂട്ട്? എന്റെ ഭാര്യയാണ് മോഹിനി. അതുകൊണ്ട് എന്റെ മുറിയിലല്ലേ അവള് കിടക്കണ്ടേ? അങ്ങനെ നിയമമൊന്നുമില്ല. അമ്മായിയമ്മയുടെ മുറിയിൽ മരുമോള് കിടന്നെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ രണ്ടാളും ആരെയോ ഭയക്കുന്നുണ്ടല്ലോ. അതെന്റെ മോളെയാണോ? അവളിനി തിരിച്ചു വരില്ലാന്ന് രണ്ടാളും ഉറപ്പിച്ചോ? ഇവളെന്തൊക്കെയാടാ ഈ പറയുന്നത്? അങ്ങനെ നമ്മളെങ്ങനെ ഉറപ്പിക്കാനാ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. ദേ, ഞാൻ മരിച്ചാലുണ്ടല്ലോ, എന്റെ മോളും പോയി ഞാനും പോയിന്ന് സന്തോഷിക്കാൻ രണ്ടാൾക്കും പറ്റില്ല. പിന്നാലെ വരും ഞങ്ങള്, അമ്മയുടെയും മോന്റെയും സമാധാനം തല്ലിക്കെടുത്താൻ. അല്ല മോഹിനി, ആ പ്രതീക്ഷയും പോയി. അവളെ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കടാ. മോളെ കൊണ്ടുപോകാൻ നമുക്ക് സ്വസ്ഥതയില്ല. അതിനിടയ്ക്ക് അവളും കൂടെ പോയി കഴിഞ്ഞാലേ രണ്ടെണ്ണങ്ങട്ട പ്രേതങ്ങളും കൂടെ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ലടാ. അവള് സംശയം ഉറപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ അമ്മേ. ഇനിയിപ്പോ അവളുടെ മോളെ കണ്ട് നമ്മൾ പേടിച്ചാ അവള് മരിച്ചെന്ന് അവളുടെ അമ്മ അങ്ങ് ഉറപ്പിക്കും. നാളെ എങ്ങനെയെങ്കിലും ഈ ഓണം ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇത്തവണ മാവേലി വരുന്നത് കുറച്ചു ദിവസം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഹോമം അങ്ങ് നടത്തായിരുന്നു. മാവേലിക്ക് ദയയില്ലാതായിപ്പോയി. നമ്മളെ ആർക്കും വേണ്ട. രാവിലെ എഴുന്നേറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോണം. ആത്മാക്കളെ ആവാഹിച്ചെടുക്കുന്നത് ഭഗവാനാ. അതിന് രാത്രി കിടന്ന് ഉറങ്ങിയാലല്ലേ രാവിലെ എണീക്കേണ്ട കാര്യമുള്ളൂ. എടാ, നിന്റെ നെറികെട്ട നാവെടുത്തൊന്നും പറയരുത്. എനിക്ക് ആയുസ് 80 വരെയുണ്ട്. അതിനിപ്പോ ലക്ഷ്മിക്കില്ലായിരുന്നോ 10-75 വയസ്സ് ഒരു ആയുസ്? എന്നിട്ട് അതിന്റെ പാതി പോലും അവൾ എത്തിയില്ലല്ലോ. അതുകൊണ്ടേ ഇനിയിപ്പം നമ്മളെ അവളങ്ങ് കൊണ്ടുപോയാലേ, നീ നേരത്തെ ഒരു പാട്ട് കേൾപ്പിച്ചല്ലോ, ആ പാട്ടും പാടി നടക്കേണ്ടി വരും നമ്മളും. ഞാൻ ഇങ്ങനെ ഇരുട്ടിനെ പേടിച്ചിട്ടില്ല. ഞാൻ പിന്നെ പേടിച്ചിട്ടുണ്ടോ? ഈ ജന്തു ശല്യം തീരത്തില്ലേ? നമ്മുടെ വീടിന് ചുറ്റും എവിടുന്നാടാ ഇത്രയും നായ്ക്കള്? അതാ ഞാൻ അമ്മയോടും പറഞ്ഞേ, നാട്ടിലുള്ള നായ്ക്കൾ മുഴുവൻ ഇപ്പോ ഈ വീടിന് ചുറ്റിനുണ്ട്. എങ്കിലും ഉറപ്പിച്ചോ, അവൾ ഈ പരിസരത്ത് തന്നെയുണ്ട്. പേടിപ്പിക്കല്ലേ അമ്മേ. പേടിപ്പിച്ചതല്ലടാ, അതാണ് സത്യം. എന്റെ മോളും കണ്ണനും മാർക്കോയും അനന്തവും കൂടെ ഇങ്ങനെയൊരു നാടകം കളിച്ചതില് കാര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. പേടിച്ച് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ദുഷ്ടക്കൂട്ടങ്ങള്. നല്ല മഴ പെയ്യുമെന്നാ തോന്നുന്നേ. വലിയ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ലല്ലോ അമ്മേ. നിലവിളിക്കരുത്. നിലവിളിച്ചാലേ നമ്മളുടെ ശബ്ദം അവള് കേൾക്കും. ഗതി കിട്ടാതെ നടക്കുന്ന അവളുടെ ആത്മാവ് മറക്കണ്ട. കുഴപ്പമില്ല, അവളെങ്ങാനും അകത്തോട്ട് വന്നാ ശബ്ദം പിന്നെ പുറത്തോട്ട് വരില്ല. അതുകൊണ്ട് നിലവിളിക്കേണ്ടി വരത്തില്ല. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? അമ്മയുടെ ദേഹത്തൊന്നും അവള് കേറിയിട്ടില്ലല്ലോ അല്ലേ? പോടാ പോടാ.
ഇപ്പൊ ഒരുത്തി അടുക്കളയിലോട്ട് പോയല്ലോ, അവിടെ ദേഹത്തായിരിക്കും. ഏഹേ, അവളുടെ ശരീരത്തിൽ കയറാനുള്ള ഒരു സാധ്യതയില്ല. അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ ചില നേരത്തെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വാമേ, നമുക്ക് ഒന്നിച്ചു പോയി കിടന്നുറങ്ങാം. വല്ലാത്തൊരു ഗതികേടിലായി പോയല്ലോ എന്റെ ഭഗവാനെ. എടാ മേഘ, നീ എന്താടാ ഇങ്ങനെ ഭയന്നിരിക്കുന്നേ? ഇത് നോക്കിയേ പച്ചി. എടാ, ഇത് അവളല്ലേ? ഇത് എപ്പ എടുത്ത വീഡിയോയാ? മരിച്ച സമയത്ത് അവൾ ഇതേ സാരി തന്നെ ഉടുത്തിരുന്ന. ആ സാരി ഉടുത്തോണ്ടാ പൂത്തിരിയും പിടിച്ചോണ്ട് അവള് നിൽക്കുന്നത്. ഇതാരാടാ നിനക്ക് അയച്ചു തന്നത്? അറിയില്ല അപ്പച്ചി, ഒരു അൺനോൺ നമ്പറാ. ഇത് എന്ത് മറിമായെന്നാ മനസ്സിലാവാത്തത്. ആലോചിച്ചിട്ടാണെങ്കിൽ തല പെരുക്കോ. എന്താമേ? മോളെ, ദേ ഇതൊന്ന് നോക്കിയേ. അവള് പൂത്തിനെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ? അച്ഛൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അച്ഛൻ അയച്ചു കൊടുത്ത വീഡിയോയില് അവള് ഊഞ്ഞാലാടുവാ. ശരിയാമേ, ദേ വീഡിയോ അയച്ചതിനുണ്ട്. ഇനി അവള് മരിച്ചില്ലേ? നീ എന്താ കരണ ഈ പറയുന്നത്? മരിക്കാത്തവളാണോ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നത്, നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്? കരുണേ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഗോസ്റ്റിനെ പോലെയാ. മോളെ, അതും അവളുടെ ചിരി ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല മോളെ. ആ, എന്നെ അവള് 2 തവണ ഭയപ്പെടുത്തിയത് മാത്രമല്ലല്ലോ, ഇടോ എന്റെ തലക്കടിച്ച് എന്നെ വീഴ്ത്തുകയും ചെയ്തില്ലേ? എന്നാലും മൊബൈലിനകത്തൊക്കെ അവളെങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നത്? അതിപ്പോ കാണാനില്ല, അത് ഡിലീറ്റ് ആയി പോയി. നോക്കിയേ. എടാ, ഇത് വല്ലാത്ത എന്തോ മറിമായോ. പിന്നമ്പുറത്തെ വാതിലൊക്കെ അടച്ചല്ലേ? പിന്നെ അടയ്ക്കാതിരിക്കോടാ? ഓ, അടച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അടഞ്ഞു കിടന്ന വാതിലിൽ കൂടിയല്ലേ അന്ന് അവളകത്ത് കയറിയത്. എല്ലാ താക്കോൽ ദ്വാരവും പേപ്പർ വെച്ച് അടയ്ക്കണം. അയ്യോ, അമ്മയ്ക്ക് അറിയാതിരിക്കുക, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നീ ഒറ്റയ്ക്ക് എന്തെടുക്കാ മോളെ മുറിക്കകത്ത്? ഒറ്റയ്ക്കൊന്നും ഇരിക്കല്ലേ. എനിക്ക് ഒരു യക്ഷയും പ്രേതത്തിനെയും പേടിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേക്ക്, എനിക്ക് ജീവിച്ചിരിക്കുന്നവരെ തന്നെയാ പേടി. അപ്പച്ചേട്ടാ മോക്കെ അവളുടെ ബാധ കൂടിയെന്നാ തോന്നുന്നു. ഏതു നേരം വിളിപ്പ് ഇങ്ങനെ. ഇപ്പൊ എന്താ സംഭവിച്ചേ? മേഘേട്ടന്റെ മൊബൈലില് അവള് പൂത്തിരി കത്തിച്ചോണ്ട് നിൽക്കുന്ന വീഡിയോ വന്നു. എന്റെ അച്ഛന്റെ മൊബൈലില് ഊഞ്ഞാലാടുന്ന വീഡിയോയും. അതെങ്ങനെ സംഭവിക്കാനാ? എടി, അതാ ഞങ്ങളും ആലോചിക്കുന്നേ. പ്രേതങ്ങൾക്ക് അങ്ങനെ വീഡിയോ അയക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട. കാലത് വേറെയാ. അന്യഗ്രഹ ജീവികൾ വരെ ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അതെ അതെ, റോഡിലൂടെ അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് നടന്നു പോകുന്ന വെള്ള രൂപങ്ങളൊക്കെ ക്യാമറയിൽ പതിയാറുണ്ടല്ലോ. അവള് മരിച്ച ദിവസത്തെ സാരി കൊടുത്ത നമ്മളുടെ എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോയിലും അവൾ അതേ സാരി കൊടുത്തോണ്ടാ നിൽക്കുന്നത്. ഇതൊരു വല്ലാത്ത ഗതി കിട്ടാത്ത ജന്മമായി പോയല്ലോ. അവിട്ടത്തിന്റെ അന്ന് പൂജയും മന്ത്രവും ഒക്കെ കഴിയുന്നത് വരെ
ഇതൊക്കെ ഉണ്ടാവുന്ന മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പേ മരിച്ചയാള് ആരുടെയും കഴുത്തിന് പിടിച്ച് ഞെക്കാതെ നോക്കിക്കോ. കൊന്നവരാ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പടക്കാധികം കത്തിക്കണ്ടല്ലോ ലോപ്പസേ. എന്നാലും ഉത്രാട രാത്രിയില് ഒരു കളറൊക്കെ വേണ്ട സാറേ. കളർ കൂടിയാലും കുഴപ്പാ. എന്നാലും ഇരിക്കട്ടെ സാറേ. അനന്ത് സാറേ, അടിപൊളി. നമ്മൾ പേടിപ്പിക്കാനുള്ളവരൊക്കെ ഏകദേശം പേടിപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഇന്ന് ഉത്രാട രാത്രി ആയതുകൊണ്ട് ഒരാളിന്റെയും കൂടി ഉറക്കം കളയാനുണ്ട്. ആരുടെ? ദൈവത്തിന്റെ പേരും മൃഗത്തിന്റെ സ്വഭാവമായിട്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ, വാമദേവൻ, നമ്മുടെ വാനരൻ. അയാൾക്ക് ഓണമായിട്ട് നല്ലൊരു പണി കൊടുക്കണ്ടേ? ശരി, നിങ്ങൾ പോയിക്കോളൂ. ഇനി അത് വേണോ? വേണോന്ന് ഇനി കണ്ണനോട് ചോദിക്കേ. എന്റെ അമ്മാവൻ എന്റെ അമ്മ മരിച്ചപ്പോ സ്വന്തം പെങ്ങളെ എന്നെയും എന്റെ അച്ഛനെ നോക്കാനെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാ. അവര് സ്വത്തും പണവും തന്നെയാ ഉന്നം വെച്ചത്. സാറേ, കണ്ണൻ സാറിന്റെ ഈ പറച്ചിലിൽ തന്നെ എല്ലാം ഊഹിക്കാം. അയാളെ വെറുതെ വിടുന്നത് സാറിന് ഇഷ്ടമല്ല. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആ മേഘനാഥനും ഭാര്യയും ഉത്രാടമായിട്ട് സാറിന്റെ കുടുംബത്താ. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെങ്ങനെ അറിയുന്നേ? മേഘൻ എങ്ങോട്ട് പോയാലും അതൊക്കെ നിങ്ങൾ മണത്തറിയുന്നുണ്ടല്ലോ. അതിനൊക്കെ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് സാറേ. ഇന്നെന്തായാലും സാറിന്റെ അമ്മാവനും അമ്മായിയും അവരുടെ കുടുംബത്ത് തന്നെയാ ഉള്ളത്. നാളെ അവര് മിക്കവാറും ഓണം ഉണ്ണാൻ സാറിന്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂന്നാ തോന്നുന്നത്. അങ്ങനെയെങ്കിൽ അത് തടയണമെന്നാ ഞാൻ പറഞ്ഞത്. അവരൊക്കെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്തതൊക്കെ ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നൊന്നും അധികമാണെന്ന് പറയാൻ പറ്റില്ല. സാറും പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി നമ്മൾ ഈ ഉത്രാട രാത്രിയില് കൊട്ടും മേളവും ഒക്കെ ആയിട്ട് സാറിന്റെ അമ്മാവന്റെ വീട്ടിലോട്ട് പോകാൻ പോവാ. ആ വാനരന്റെ. എന്താ സാറേ?